അറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയാൻ എപ്പിസോഡ് 5. നമസ്കാരം സർ. അറിയാൻ എന്ന ഈ എപ്പിസോഡിൽ ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്യാം പ്രസാദ് സാറാണ്, പാലക്കാട്. സർ, സാറിനെ ഇത്ര വർഷമായിട്ട് എനിക്കറിയാം, എങ്കിലും സംസ്കാര എന്നൊരു പ്രോഗ്രാം നടക്കുന്നതായിട്ട് അറിഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. സർ, ഈ സംസ്കാര എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അറിയാൻ എന്ന എപ്പിസോഡിൽ സാർ ഇതൊന്ന് വിശദമാക്കാമോ? ഏവർക്കും നമസ്കാരം. എന്തായാലും അറിയാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാര എന്ന് പറയുമ്പോൾ അതിൻ്റെ നാമകരണം കൊണ്ട് തന്നെ ശ്രദ്ധേയമാവും. നമ്മുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ ഭാരതമൊട്ടാകെയുള്ള, അല്ലെങ്കിൽ ലോകമൊട്ടാകെയുള്ള ഒരു സംസ്കാരം എന്തു തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്രയ്ക്കധികം ഉള്ളതെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുള്ള ചിന്താശേഷി വർദ്ധിപ്പിക്കലാണ് സംസ്കാര എന്നുള്ള പരിപാടി. പ്രത്യേകിച്ച് ലോകത്തിലാദ്യമായിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് വിവിധ തരം പരിപാടികൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തത്വത്തെക്കുറിച്ച്, സ്വാഭിമാനത്തെക്കുറിച്ച്, ഇവയെല്ലാം നമുക്ക് വിശദീകരിച്ച് പല ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പാലക്കാട് നടക്കുന്ന ഈ യജ്ഞത്തിൽ അവിടെ പ്രദാനം ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗമാണ്. സംപൂജ്യ സ്വാമി സ്വരൂപാനന്ദജി അദ്ദേഹം നമുക്ക് എപ്പോഴൊക്കെയാണോ മനസ്സിന് സമ്മർദ്ദം വരുന്നത്, അല്ലെങ്കിൽ മനസ്സ് സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നത്, അവിടെ നമുക്ക് കർമ്മത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഇതെല്ലാം മാറ്റിയെടുക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ശക്തി പകരുവാൻ 3-ാം അധ്യായം കർമ്മയോഗത്തെ നമുക്ക് പ്രദാനം ചെയ്തു. ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ദിവസേന 24-ാം തീയതി വൈകുന്നേരത്ത് 5 മണിയോടുകൂടി ഉദ്ഘാടന വേദി അലങ്കരിക്കുകയും നമ്മുടെ എല്ലാവരുടെയും കേരളത്തിൻ്റെ ഗവർണർ അത് ഉദ്ഘാടന ദീപം കൊളുത്തി അവിടെ തുടങ്ങുന്നു. നമ്മുടെ എല്ലാവരുടെയും കർമ്മയോഗം ശ്രദ്ധേയമാക്കി സംപൂജ്യ സ്വാമിജിയുടെ പ്രഭാഷണം മാത്രമല്ല, അത് നമുക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം കൂടിയാണ് സംസ്കാരയുടെ ആദ്യ നേതൃത്വം മെഗാ ഗീതാജ്ഞാന യജ്ഞം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ വേദി പങ്കിടുന്ന മഹത് വ്യക്തിത്വങ്ങൾ, ലോകമറിയപ്പെടുന്ന ഈ ശ്രീധരൻ സാർ, പത്മശ്രീയും പത്മവിഭൂഷണും നേടിയ ആ മഹത് വ്യക്തിയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അവരെല്ലാം ആധ്യാത്മിക ജീവിതത്തിലൂടെ ലൗകിക ജീവിതത്തെ മാർഗനിർദ്ദേശം വഹിച്ചുകൊണ്ട് സമൂഹത്തെയും അതുപോലെ തന്നെ അവരുടെ കർമ്മമണ്ഡലത്തെയും ശ്രദ്ധേയമാക്കിയെടുത്ത മഹത് വ്യക്തിയാണ് പത്മവിഭൂഷൺ ഈ ശ്രീധരൻ സാർ. അതേപോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് നമുക്ക് മാന്യ സേതുമാധവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ അഖില ഭാരതീയ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിത്വം. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെ വേണമെന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘം മാർഗനിർദ്ദേശം വഹിച്ചതിലൂടെ ഇന്ന് കേരളമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് മാന്യ എസ് സേതുമാധവൻ. അതേപോലെ തന്നെ സന്യാസ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ചിന്മയാനന്ദ സ്വാമിജികളുടെയും അതുപോലെ പല ഗുരുക്കന്മാരുടെയും സാന്ദീവനിയിൽ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച് സന്യാസ ജീവിത ധർമ്മത്തിലേക്ക് വന്ന സമൂഹത്തെ പരിപാലിക്കുന്ന സംപൂജ്യ സ്വാമി വിവിക്താനന്ദ സ്വാമിജിയുണ്ട്. പാലക്കാടിൻ്റെ തന്നെ അഭിമാനമായ തൻ്റെ 3 വ്യാഴവട്ടം 36 വർഷം അദ്ദേഹം തപോവന സ്വാമികൾ തപസ് ചെയ്തിരുന്ന ഭൂമിയെ തൻ്റെ കർമ്മമണ്ഡലം കൊണ്ട്, ആധ്യാത്മിക മണ്ഡലം കൊണ്ട് ഉയർത്തി വന്ന് അവിടെ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രവും അതുപോലെ ചിന്മയ തപോവനവും നിലനിർത്തി ഇത്തരത്തിൽ പാലക്കാടിൻ്റെ ഹൃദയമധ്യത്തിൽ നമുക്ക് ശ്രേഷ്ഠമായ ഒരു പൂജാവിധികളും അതുപോലെ തപോഭൂമിയും ജ്ഞാനഭൂമിയും നമുക്ക് കാണാൻ സാധിക്കുന്നത് സംപൂജ്യ സ്വാമി അശേഷാനന്ദ സ്വാമിജിയിലൂടെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും, അവരവരുടെ കർമ്മമണ്ഡലത്തിൽ ആധ്യാത്മികതയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നിലവാരം
സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ആധ്യാത്മികത, ഇവയെല്ലാം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ആ കർമ്മം അവിടെ നിന്നും തുടങ്ങി 30-ാം തീയതി വരെ വൈകുന്നേരത്ത് സംപൂജ്യ സ്വാമിജിയുടെ 7 ദിവസത്തെ മെഗാ ഗീതായജ്ഞം നടക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ 25-ാം തീയതി ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. സംസ്കാര പാലക്കാട് ജില്ലയിൽ തന്നെ 20,000-ഓളം അധികം അമ്മമാരും അതുപോലെ സഹോദരി സഹോദരന്മാർ തുടങ്ങി ആചാര്യന്മാർ പകർന്നു കൊടുക്കുന്ന നാരായണീയ യജ്ഞം. ആ നാരായണീയ യജ്ഞം ഭഗവാന്റെ ലീലകൾ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ സംസ്കൃതത്തിൽ പ്രാവീണ്യം നേടാൻ സാധിക്കുന്ന കുട്ടികൾക്കും പഠിച്ചു വരാൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുവാനും, ആ നാരായണീയത്തിൽ വിശ്വപീഡാപഹത്യ എന്നുള്ള ആ ശ്ലോകം എടുത്തുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗങ്ങളെയും നിവാരണം ചെയ്യാനുള്ള നാരായണീയ തത്വത്തെ അവിടെ പ്രദാനം ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ കുരുന്നു കുട്ടികൾക്ക് തുടങ്ങി മുതിർന്ന കുട്ടികളാവുന്നതുവരെ, അല്ലെങ്കിൽ അവരുടെ ജീവിത അന്ത്യം വരെ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെ ഉപയോഗിക്കുക, എങ്ങനെയാണ് പരിചരിക്കുക, എങ്ങനെയാണ് അറിയുക എന്നുള്ള തത്വത്തെ മനസ്സിലാക്കുന്നത് ആചാര്യ ശ്രീ മനോജ്ജിയാണ്. ആർഷവിദ്യാസമാജം 7500-ലധികം കുട്ടികളെ അവരുടെ സംസ്കാരത്തെ നിലനിർത്തി കൊടുക്കുകയും അവരെ സമൂഹ മധ്യത്തിലേക്ക് പ്രചരണത്തിനായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പകർന്നു കൊടുത്തുകൊണ്ട്, അതായത് സനാതനധർമ്മത്തിൻ്റെ മൂല്യത്തെ പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഒട്ടനവധി വ്യക്തികളുടെ അല്ലെങ്കിൽ ഒട്ടനവധി കുട്ടികളുടെ ജീവിതം അവിടെ നമുക്ക് ഉപയോഗമാക്കിയെടുക്കുന്ന ആ മഹാത് വ്യക്തിത്വമാണ് അവിടെ പങ്കെടുക്കുന്നത്. അവിടെ സ്ത്രീ ശാക്തീകരണം എന്നുപോലെ തന്നെ നാരീശക്തി ദിനമായിട്ട് നമ്മൾ ആ ദിവസത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പം നാരീശക്തിക്ക് എന്താണ് വേണ്ടത്? ആധ്യാത്മികതയിലൂടെ തൻ്റെ കുടുംബത്തെ നിലനിർത്തുകയും ആ കുടുംബത്തിൽ വരുന്ന കുലത്തിലെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ശക്തി അവർക്കുണ്ടാവണമെങ്കിൽ ആധ്യാത്മിക ജീവിതം ഉണ്ടാവണം. ലൗകിക ജീവിതത്തെ, കുടുംബത്തെ ഊട്ടിയുറപ്പിക്കുവാൻ അവർക്കുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കാനും ആരോഗ്യബലം ഉണ്ടാക്കുവാനും നാരായണീയം ഉണ്ടാവണം. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തിരുവാതിര ദിവസം നമ്മൾ തിരുവാതിരക്കളി നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് നമ്മൾ കളിക്കും. ചിലപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് തിരുവാതിരക്കളി കളിക്കുന്നത് പരിഹാസമാക്കി കാണാറുണ്ട്. പക്ഷേ ആ നൃത്തം നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കുവാനും ശരീരഭാഗങ്ങളെ നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യസ്ഥിതി നിലനിർത്തുന്ന 8 കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെയും ഭക്ഷണ രീതി നിയന്ത്രിക്കുന്നതിലൂടെയും നമ്മുടെ ആരോഗ്യം സ്ത്രീകൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന തിരുവാതിരക്കളിയെയും അവിടെ പ്രദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 26-ാം തീയതി ലോകമെമ്പാടും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇന്ത്യൻ ഫ്ലാഗ് നമുക്ക് ഉയർത്തുന്ന ദിവസം കൂടിയാണ്. റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി റിട്ടയർഡായ മിലിറ്ററി അല്ലെങ്കിൽ ജവാന്മാരുണ്ട്. CRPF തുടങ്ങി RPF തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി റിട്ടയർഡ് പോലീസുകാർ വരെ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ആ യൂണിഫോം ഉപയോഗിക്കുന്ന മുതൽ അത് ഊരി വയ്ക്കുന്ന സമയത്ത് പോലും ആ രാഷ്ട്രത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ത്യാഗം അനുഭവിക്കുന്ന, കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ത്യാഗം അനുഭവിക്കുന്ന ജീവിത മൂല്യങ്ങളുണ്ട്. അവരുടെ ജീവിതം ആ യൂണിഫോമിനകത്തായപ്പോൾ സമൂഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആ ഒരു ജീവിതകർമ്മം സമൂഹത്തിന് ധരിപ്പിക്കേണ്ടത് ഈ റിപ്പബ്ലിക് ഡേക്ക് അമൃത ജീവനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഭഗവത്ഗീതയിൽ ഒട്ടനവധി ശ്ലോകങ്ങൾ ഭഗവാൻ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ശരത് എ ഹരിദാസ് എന്ന് പറയുന്ന മഹാവ്യക്തിത്വം ആധ്യാത്മികതയും അതുപോലെ സലാല മൊബൈൽ എന്ന് പറയുന്ന സിനിമയെ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ച ആ മഹാവ്യക്തിത്വമാണ് നമുക്ക് ആധ്യാത്മിക ജീവിതവും ഇത്തരത്തിൽ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച വ്യക്തികളെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, ഹരിവരാസനം ശതാബ്ദി ആഘോഷമാണ്. 100 വർഷം തികയുന്നു. ഹരിവരാസനം എഴുതിയത് 100 വർഷം തികയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ 2024 എത്തിച്ചേർന്നിരിക്കുകയാണ്.
ആ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അവിടെ ശ്രീകോവിലിൽ എങ്ങനെയാണോ ഹരിവരാസനം പ്രദാനം ചെയ്യുന്നത്, ഭഗവാനെ ഊട്ടി ഉറക്കുന്നത് എങ്ങനെയാണോ, ആ മന്ത്രത്തെ അത് നമ്മുടെ ഉൾക്കണ്ണിനെ തുറക്കാൻ തത്വമസി ഭാവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിവരാസനത്തെ പ്രദാനം ചെയ്ത് അന്ന് ശബരിമലയ്ക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ഗുരുസ്വാമിമാരെയും, നമ്മളെല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുപോയ ഗുരുസ്വാമിമാരെ അവിടെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ശബരിമല കലിയുഗവരതൻ എല്ലാ മതസൗഹാർദ്ദത്തെയും ഊട്ടിയണക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. എല്ലാവർക്കും അവിടെ ചെന്ന് നമസ്കരിക്കാം, പൂജിക്കാം, പ്രാർത്ഥിക്കാം, തൻ്റെ വേദനകളെ അവിടെ സമർപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദ ദിനമായിട്ട് ഇസ്ലാം മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും എല്ലാ മതപണ്ഡിതന്മാരെയും വേദിയിൽ ഒരുമിച്ച് നിൽക്കുവാനും അവരുടെ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വാരി വിതറുവാനും സാധിക്കുന്ന നിമിഷങ്ങൾ അവിടെ പകർന്നു കൊടുക്കുകയാണ് സംസ്കാര എന്ന് പറയുന്ന ചരിത്ര പ്രധാനമുള്ള ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കുരുന്നു കുട്ടികളാണ്. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെയെല്ലാം വളർത്തി വലുതാക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാർഗം കിട്ടുവാനും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മളെ നോക്കുവാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ മക്കളിലൂടെ നമ്മളെല്ലാവരും കാണുന്നത്. ആ മക്കൾക്ക് വേണ്ട ഊർജം പകരുവാൻ, ഒരു കാരണവശാലും ആത്മഹത്യ എന്നുള്ള ചിന്തയിലേക്ക് പോകാതിരിക്കുവാനും അവർ ശാസ്ത്രബോധത്തോടുകൂടി സമൂഹത്തിലേക്ക് പെരുമാറുവാനും സാധിക്കുന്ന ഒരു മഹത്തായ വീക്ഷണത്തോടുകൂടി യൂത്ത് ഡേ, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാക്കി നമ്മൾ അതിനെ പ്രദാനം ചെയ്യുന്നു. ഈ ശാസ്ത്രഗീത എന്ന് പറയുന്നത് അറിയാൻ കഴിഞ്ഞു. എന്താ സത്യത്തിൽ ഈ ശാസ്ത്രഗീത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയ തലമുറയ്ക്ക് അതെങ്ങനെയാണ്? ശാസ്ത്രഗീത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മഹാഭാരതത്തിൽ ഒട്ടനവധി ഗീതകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് നമുക്ക് ശാസനം ചെയ്ത് പഠിക്കേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഭഗവാൻ കൃത്യമായിട്ട് അർജുനനെ പകർന്നു കൊടുക്കുന്ന ഓരോ ശ്ലോകങ്ങൾ നമ്മുടെ കുരുന്നു കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. കാരണം ആത്മബലം അല്ലെങ്കിൽ മനോബലം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ നമ്മളെ തോളത്ത് തട്ടി നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കർത്തവ്യബോധം കൊടുക്കുമ്പോൾ, ഇന്ന് നമുക്കറിയാം മൊബൈൽ ഫോണിൽ അടിമകളായി നിൽക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാൻ സാധിക്കുന്ന ഐഫോൺ എന്ന് പറയുന്ന ആ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചിലപ്പോൾ കുട്ടികളോട് ചോദിക്കാൻ സാധിക്കും. ആ കണ്ടുപിടിച്ച വ്യക്തിയെ, ആ കണ്ടുപിടുത്തത്തിലേക്ക് ഉന്നയിച്ച ഗ്രന്ഥം ഏതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഏതാണ്, അല്ലെങ്കിൽ ആ ആചാര്യൻ ഏതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും കൂടി ശാസ്ത്രഗീത ഉൾപ്പെടുത്തുന്നു. അതുപോലെ നമുക്കറിയാം ഈ സൂര്യൻ പ്രകാശം ചൊരിയുന്നത് ഏതെല്ലാം സമയങ്ങളിലാണ്, എത്രയധികം ദൂരത്താണ്. അതുമാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയുന്ന ഒട്ടനവധി സയൻറ്റിസ്റ്റുകാർ പറയുന്ന വിഷയങ്ങളെല്ലാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സനാതനധർമ്മത്തിൻ്റെ വേദങ്ങൾ നമുക്കവിടെ പ്രദാനം ചെയ്യുന്നു. പക്ഷെ അവർക്ക് സിനിമയിലൂടെയും അവർ കാണുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്ന ശാസ്ത്രഗീതയിലൂടെ അവർക്ക് പ്രൈസ് വരെ കിട്ടാൻ സാധിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് അവരുടെ ഉദ്യമം നല്ല രീതിയിൽ ആവുവാനും ആ കുട്ടികൾക്ക് ഒരു കാരണവശാലും മനസ്സങ്കല്പത്തിൽ നിന്നും വ്യതിചലിക്കാത്ത തൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ശാസ്ത്രഗീതയെ അവിടെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഓരോ കുട്ടികൾക്കും പകർന്നു കൊടുക്കുവാനും അവരെ കൂട്ടിക്കൊണ്ടുവന്ന്, എങ്ങനെയാണോ പണ്ടെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ അമ്മമാർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് പിടിച്ചു വലിച്ച് അവിടെ ഭഗവാന്റെ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കുവാനും അതുപോലെ നല്ലത് വരുത്തണമേ എന്ന് പറഞ്ഞു തരുവാനും മുത്തശ്ശിമാർ എങ്ങനെയാണോ തയ്യാറായത്, അതുപോലെ ഈ നമ്മുടെ ഓരോ കുട്ടികളെയും കൊണ്ടുവന്ന് അതിനകത്ത് 20 മിനിറ്റ് സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ആ ശാസ്ത്രഗീതയുടെ ഏറ്റവും മഹത്തായ വിഷയങ്ങൾ അവരുടെ തലയ്ക്കകത്ത്, ബുദ്ധിക്കകത്ത് ഉദ്ബോധനം ചെയ്താൽ, അതിൻ്റെ പേര് വച്ചിരിക്കുന്ന തന്നെ ഉദ്ബോധൻ എന്നാണ്. ആ പേര് വെച്ചത് കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് എങ്ങാനും ഒരു സ്പാർക്കിലൂടെ, നമുക്കറിയാം സ്വാമി വിവേകാനന്ദന് ഒരു സ്പർശനത്തിലൂടെ തന്നെ ആ ആചാര്യൻ്റെ ഗുണവും മഹിമയും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം പഠിച്ച തപസ്സിനെയും
ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു. അതുപോലെ ഐൻസ്റ്റീൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരെല്ലാം എവിടെ നിന്നാണ്, മാക്സ് മുള്ളറെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എവിടെ നിന്നാണ് അവർക്ക് ഈ ഗ്രന്ഥത്തിലേക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചത്. അത് സനാതന ധർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ശാസ്ത്രഗീത കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സിബിഷൻ രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓരോ റൂമിനകത്തേക്ക് കയറുന്ന നിൽക്കുന്ന സമയത്ത് അവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്ന കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ സംസ്കാരം തയ്യാറാവുന്നു. ഇതാണ് ശാസ്ത്രഗീത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സർ. അതേപോലെ തന്നെ 28-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഈ പരിപാടികളിൽ നമുക്ക് അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബഹുമാന്യ മന്ത്രി, കേന്ദ്രമന്ത്രിയാണ് പങ്കെടുക്കുന്നത്. ഉദ്ഘാടനത്തോടുകൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ലോകത്തെ പകർന്നു തന്ന രാജീവ് ചന്ദ്രശേഖർജി പങ്കെടുക്കും. അതുപോലെ തന്നെ നമുക്ക് ISRO ചെയർമാൻ സോമനാഥ് ജി അദ്ദേഹവും വേദിയിൽ പങ്കെടുത്ത് കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള കുട്ടികളെ അവിടെ മുൻനിർത്തിക്കൊണ്ട് ശ്രീജിത്ത് പടിക്കർ തുടങ്ങിയിട്ടുള്ള മോഹൻ മൂർത്തി സാറ്, അദ്ദേഹം പാലക്കാട് കൽപ്പാത്തിക്കാരനാണ് ജന്മമെടുത്തതെങ്കിലും അദ്ദേഹം യൂറോപ്പിലെ റിലയൻസിൻ്റെ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ ഭഗവത്ഗീത അവരുടെ പുസ്തകമായി എഴുതിയ അത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് ആ കുട്ടികളുടെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുവാനുള്ള ഒരു കോൺക്ലേവാണ്. ഇന്ന് എല്ലാവരും ആ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 3-4 പേര് ഒരുമിച്ചിരുന്നുകൊണ്ട് ആ ചർച്ചകളെ തുടർന്ന് അഭിസംബോധന ചെയ്യുകയും അവിടെ സംപൂജ്യസ്വാമി അനുകൂലാനന്ദജി പങ്കെടുത്തുകൊണ്ട് ഇതിനെ എല്ലാവരെയും സ്വരൂപിച്ചുകൊണ്ട് ആധ്യാത്മിക രംഗത്തെ കൂടി പ്രദാനം ചെയ്യുന്നു. ഇത്തരത്തിലാണ് 28-ാം തീയതി നമ്മൾ നടക്കുന്ന യൂത്ത് ഡേ എന്ന് പറയുന്ന ഉദ്ബോധനം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വിഷയം കൂടി നമ്മുടെ കുട്ടികളെ പകർന്നു കൊടുക്കണമെന്ന് ഈ ശാസ്ത്രഗീതയിലൂടെ നിങ്ങളെ പ്രദാനം ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പൂർവികമായിട്ട് ക്ഷേത്രങ്ങളിലും ക്ഷേത്രകലകൾ എനിക്കറിയാം. കുഞ്ഞുകാലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് മുടങ്ങാതെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ പുള്ളുവും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 4-5 കൊല്ലം കൂടുമ്പോൾ ഒരു കർമ്മം പോലെ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇത്തരം ആളുകളെ ഇപ്പം വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയും പ്രായാധിക്യം കാരണം പുതിയ തലമുറ മുന്നോട്ട് വരാതെ ഇത്തരം സംഭവങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പഴയകാല കലാകാരന്മാരെ ഒരുപാട് കഷ്ടപ്പെട്ട് കലാകാരന്മാരെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഓടുന്നത് നമ്മൾ കണ്ടു. എന്താ സത്യത്തിൽ ഇത് എയിം ചെയ്യുന്നത്? എന്താ അവസാനം? വളരെ സന്തോഷമുള്ള കാര്യമാണ് അറിഞ്ഞത് നമ്മളുടെ ഉള്ളിലേക്ക് തരുന്നു എന്ന് പറയുന്നത്. കാരണം ഓടി നടക്കുക എന്ന് പറയുന്നത് ഓരോ കലാകാരന്മാരുടെയും അവരുടെ ജീവിതത്തെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ കലയ്ക്ക് വേണ്ടി ആ കുടുംബം അല്ലെങ്കിൽ ആ കുലം എന്ത് ത്യാഗം ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംസ്കാരയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് 29-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. വർക്കിംഗ് ഡേ ആണ് എല്ലാവർക്കും. പക്ഷേ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സദസ്സുകളിലേക്ക് വരുന്ന ഓരോരുത്തരെയും കണ്ണ് നിറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ കലാകാരന്മാരെയും ചെന്ന് കാണുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്ത ഓരോ സന്ദർഭങ്ങൾ അവർ പഠിച്ചിരുന്ന ഗുരുക്കന്മാർ പകർന്നു കൊടുത്തത് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ട് അതേ നിലപാടോടുകൂടി ജീവിക്കുന്ന ഒട്ടനവധി കലാകാരന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം കേരളത്തിൽ 14 ജില്ലകളിലായിട്ട് 3000-ലധികം കലാരൂപങ്ങളുണ്ട്. പക്ഷേ അതിൽ 1400-ലധികം കലാരൂപങ്ങളെ ഞങ്ങൾക്ക് ഒന്ന് പെറുക്കിയെടുക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയാൻ സാധിക്കും. എല്ലാവരും കണ്ടെത്തിയോന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഇനിയും കണ്ടെത്താൻ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചരിത്രരേഖ നമുക്ക് ഈ നാട്ടരങ്ങിൽ വ്യത്യസ്ത മുഖങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ പഠിച്ച സമയത്ത് ആ വ്യക്തി ആ കലയ്ക്ക് വേണ്ടി ഇപ്പോഴും ത്യാഗം അനുഭവിച്ചുകൊണ്ട് 1 രൂപ മാത്രം ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യപരമ്പരയിൽ വന്ന എല്ലാവരെയും ശ്രേഷ്ഠരാക്കിയെടുത്ത കലാകാരൻ പാലക്കാട് ജില്ലയിൽ അതിശക്തനാണ് ആ കലാ അതുകൊണ്ട് ഭഗവത്ഗീത ഒരു ശ്ലോകം പറയാറുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മത്തിനധികാരിയായിരിക്കാൻ ഭഗവാൻ നമ്മളെ നിയോഗിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ഭഗവാൻ തന്നെ എത്തിച്ചുകൊള്ളും എന്നുള്ള ഒരു
ആപ്തവാക്യം നമ്മുടെ കുട്ടികളെ പകർന്നു കൊടുക്കണം. കാരണം ഒരു മാസം ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത് 2-3 മാസങ്ങളോ വർഷങ്ങളോ നമുക്ക് ശമ്പളം കമ്മിയായപ്പോൾ അല്ലെങ്കിൽ പകുതിയായപ്പോൾ ജീവിതത്തിൽ ഇനി എവിടെ താളം തെറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ജോലിക്കും മാനസികമായി തയ്യാറാവാത്ത ആൾക്കാരുടെ മുന്നിൽ ഈ കലാകാരന്മാരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നത് വലിയൊരു ചരിത്രമാവും. നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ടൊന്ന് ഇരുത്തണം. ഇവിടെ ഓരോ കലാകാരന്മാരുടെയും ജീവിതം നമ്മൾ അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ പങ്കെടുക്കാനെത്തുന്നത് കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടുള്ള മീനാക്ഷി ലേഖി എന്ന് പറയുന്ന മഹത്തായ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സൗത്ത് സോൺ ഡയറക്ടർ കൂടിയാണ് പങ്കെടുക്കുന്നത്. ഇവിടെ വേദിയിൽ ആ ചർച്ചയ്ക്ക് വേണ്ടിയിരിക്കുന്നത് താളവിസ്മയങ്ങൾ നടത്തിയ ചെർപ്പളശ്ശേരി ശിവൻ മാരാർ തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ്. മദ്ദളത്തെ ലോകമെമ്പാടും ഇത്രയുമധികം പഞ്ചവാദ്യത്തിനെ രസിപ്പിക്കുന്ന മഹാവ്യക്തിത്വങ്ങളാണ് അവിടെ പങ്കെടുക്കുന്നത്. കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടി മാരാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്ത്രശാസ്ത്രത്തിനും അതുപോലെ തന്നെ താളവിസ്മയത്തിനും ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം. ആ ഗുരുക്കന്മാർ ആ കാലഘട്ടത്തിൽ നമുക്ക് പറയാറുണ്ട്, ജാതി വ്യവസ്ഥ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ഗുരുക്കന്മാർ തൻ്റെ ശിഷ്യപരമ്പര ജാതി നോക്കാതെ കലയെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത ആ പെരുങ്ങോട് ചന്ദ്രൻ തുടങ്ങി കൽപ്പാത്തി ബാലകൃഷ്ണൻ തുടങ്ങി ഒട്ടനവധി മഹാപ്രതിഭകളെ നമുക്ക് അവിടെ വേദിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ കല്ലൂർ രാമകുട്ടി മാരാർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ആ വേദിയിൽ എത്തിക്കുമ്പോൾ നമുക്ക് പത്മശ്രീ കിട്ടിയ തോൽപ്പാവുകത്തിൻ്റെ ആചാര്യൻ രാമചന്ദ്ര പുലവർ അവിടെ വേദിയിൽ ഉണ്ടാകും. കൂടിയാട്ടത്തെയും അതുപോലെ തന്നെ ഒരുപാട് കലാരൂപങ്ങളെയും പുതുശ്ശേരി ജനാർദ്ദനൻ പോലുള്ള നാടൻപാട്ട് കലാകാരന്മാരെയും ആ വേദിയിൽ എത്തിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പത്മമിട്ട് പൂജയ്ക്ക് ശ്രേഷ്ഠമാക്കുന്ന കള്ളാട്ട് കുറുപ്പന്മാർ ഇവിടെ ഉണ്ട്. അവരുടെയും സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കലാരൂപങ്ങളെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു നാട്ടരങ്ങ് ഇന്ന് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും 3000-ഓളം കലാരൂപങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതൊരു ചരിത്രമാക്കിയെടുക്കാൻ നിങ്ങളെല്ലാവരും ആ വേദിയിൽ പങ്കെടുക്കണം. കാരണം ഇത്രയും ശ്രേഷ്ഠമായ കലാകാരന്മാരുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം. പഞ്ചവാദ്യം നമ്മൾ ദൂരെ നിന്ന് കേൾക്കാറുണ്ട്, അടുത്ത് ചെന്ന് കൈകുലുക്കി അവരോട് ആക്ഷൻ കാണിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു കയറാൻ, അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെ കാലം മുന്നോട്ട് വെച്ച ഓരോ വ്യക്തി പ്രതിഭകളെയും അവിടെ ആദരിക്കാൻ നമുക്ക് സാധിക്കുന്നു. പല്ലാവൂർ അപ്പുമാരാരെ നമുക്ക് അറിയാൻ സാധിക്കും. പല്ലാവൂർ ത്രയങ്ങൾ പാലക്കാടാണ്. അപ്പോൾ ഈ കലാകാരന്മാരുടെ പ്രസിദ്ധിയിലേക്ക് വരുവാനും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുപാട് മഹത് വ്യക്തികളെ ഉണ്ടാക്കുവാൻ സാധിക്കുവാൻ സംസ്കാരം ഒരുക്കുന്ന നാട്ടരങ്ങ് നമുക്ക് എല്ലാവർക്കും ചരിത്രമാക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സനാതനധർമ്മ വിളംബരം. സനാതനധർമ്മ വിളംബരം എന്നാണ് ഇതിന് പ്രധാനപ്പെട്ടിട്ട് 30-ാം തീയതി പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സനാതനധർമ്മ വിളംബരം ആഹ്വാനം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സനാതനധർമ്മത്തെ ഒരിക്കലും മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ സാധിക്കില്ല എന്ന് നമ്മുടെ ഗുരു പരമ്പരകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും എന്തുകൊണ്ട് ഇങ്ങനൊരു വിളംബരം നടത്തുന്നു എന്നുള്ളതാണ് ചിന്ത. കാരണം ഇന്ന് നമുക്ക് ആത്മീയ സംഘർഷങ്ങൾ നമുക്ക് ഒരുപാട് തലത്തിൽ വരുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളിൽ ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലൗകിക ജീവിതത്തിന് വേണ്ടി സമ്പാദ്യം മാത്രം ഊട്ടിയുറപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. ആത്മീയതയും ലൗകികതയും ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് ലാസ്റ്റ് ദിവസം ആത്മീയ ദിനമായിട്ട് അല്ലെങ്കിൽ ആധ്യാത്മിക ദിനമായിട്ട് അന്നത്തെ ദിവസത്തെ ആചരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലോകമെമ്പാടുമുള്ള ഒരു ചരിത്രരേഖ നോക്കിക്കഴിഞ്ഞാൽ സനാതനധർമ്മമാണ് ലോകത്തെ ഇന്ന് നമുക്ക് ഒരു ആത്മീയതയിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്. അതിൽ കാലടിയിൽ ജന്മമെടുത്ത അല്ലെങ്കിൽ പിറവത്ത് ജന്മമെടുത്ത ശ്രീശങ്കരൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മഹത് വ്യക്തികൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും.
അത് വെച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഉണ്ട്. 14 ജില്ലകളിലായിട്ട് 371 ആശ്രമങ്ങൾ നമുക്ക് കാണാനും അതിൻ്റെ മഠാധിപതികളെ നമുക്ക് കാണുവാനും ആ മഠാധിപതികൾ ഒരുമിച്ചിരുന്നുവാൽ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സനാതന ധർമ്മത്തിൻ്റെ മൂല്യത്തെ അവിടെ പകർന്നു കൊടുക്കുന്ന ഋഷി പരമ്പരയിൽ നമുക്ക് കാണുവാനും അവരെല്ലാവരും പറയുന്ന വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ സ്പർശിക്കുവാനും വേണ്ടി ആത്മീയ സമ്മേളനം അവിടെ നടത്തുകയാണ്. അന്നത്തെ ദിവസം നമുക്ക് പറയാൻ സാധിക്കണം, സനാതനധർമ്മ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനും അതൊരു ചരിത്രരേഖയായി കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും അവരുടെ ഒപ്പോടുകൂടി കയ്യൊപ്പ് നൽകിക്കൊണ്ട് ആ സനാതനധർമ്മ വിളംബരം നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഈ ആത്മീയതയെ ആർക്കും ചൂഷണം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാനോ അതിനെ വെല്ലുവിളിക്കുവാനോ ഇനി ആർക്കും സാധിക്കാതിരിക്കാൻ ആ ഒരു വെല്ലുവിളികൾ ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ആത്മീയ സമ്മേളനത്തിൽ സനാതനധർമ്മ വിളംബരം ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ പങ്കെടുക്കുന്നത് കൊല്ലത്ത് വർക്കല ശിവഗിരി മഠത്തിൻ്റെ സച്ചിദാനന്ദ സ്വാമിജി മുതൽ കാസർഗോഡ് വരെയുള്ള സംപൂജ്യസ്വാമി വിവിക്താനന്ദ സ്വാമിജി വരെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആത്മീയ സമ്മേളനത്തിൽ അവിടെ നമുക്ക് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ബ്രഹ്മശ്രീ അതുപോലെ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അവർകൾ അവിടെ ആ സനാതനധർമ്മ വിളംബരം വായിക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതിന് ശേഷം സംപൂജ്യസ്വാമി ചിദാനന്ദപുരി മഹാരാജ് അതിനെ ആഹ്വാനം ചെയ്ത് അതിൻ്റെ കൃത്യമായ ധാരണ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ സച്ചിദാനന്ദ സ്വാമിജി മുതൽ ശുഭാനന്ദ ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ വരെ ഒത്തൊരുമിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെയും 39 ആശ്രമങ്ങളുടെയും മഠാധിപതികളും കേരളത്തിൽ ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാർ 300-ലും 400-ലധികം സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തുകൊണ്ട് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തെ ഒരു ആത്മീയ സമ്മേളനത്തെ രൂപീകരിക്കുകയാണ്. ആർക്കും എതിരായിട്ടോ രാഷ്ട്രീയതയ്ക്ക് മോശമായിട്ടോ അല്ല ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു താളം അല്ലെങ്കിൽ ഒരു ബോധം ഇവയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ്. അല്ലാതെ ഇത് വരുന്ന കാലഘട്ടങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ പ്രകോപനമുണ്ടാക്കുന്ന ഒരു ചരിത്രമല്ല. പക്ഷേ എല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിലനിന്ന് പോകാൻ ഈ ഒരു മാർഗം, ഈ ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്നുള്ള തലത്തിലാണ് സംസ്കാരം ഒരുക്കുന്ന ആത്മീയ സമ്മേളനം. എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാനും സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കുവാനും സാധിക്കണമെന്ന് ഈ വേദിയിലേക്ക് എല്ലാവരെയും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് വന്നതിനും ഇങ്ങനെ ഇത്രയും വിലപ്പെട്ട അറിവുകൾ പകർന്നതിനും. അറിയാൻ എന്ന എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വളരെ സന്തോഷം ഡോക്ടർ ശ്യാംജി ഇത്രയും നല്ല വിലപ്പെട്ട അറിവുകൾ ഞങ്ങൾക്ക് പകർന്നതിന്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. നമസ്കാരം സാർ. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവരുടെ മനസ്സിലേക്കും അറിയാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലേക്കും അറിയിക്കാൻ വേണ്ടുന്ന ഒരുപാട് ഗുരുക്കന്മാരെ എത്തിക്കാൻ ഞാനും പ്രാധാന്യം കൊടുക്കാം. എന്തായാലും വലിയൊരു ചാനലായിട്ട് എല്ലാവർക്കും അറിയാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ, സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവട്ടെ. സകുടുംബേന ക്ഷേമസ്ഥൈര്യ വീരവിജയ ആയുരാരോഗ്യ അഭിവൃദ്ധി ഉണ്ടാവട്ടെ. സന്തോഷം.